അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്മൾ 20ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. ഓക്കെ ആണല്ലോ, 20ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. എന്താണ് 20ാമത്തെ ചോദ്യം? കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ K2Cr2O7 KOH A H2SO4B K2SO4. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എവിടെന്നാ ചോദിച്ചിരിക്കുന്നത്? D&F ബ്ലോക്ക് എലമെന്റ്സിലെ K2Cr2O7ന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയുന്ന ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡൈക്രോമേറ്റിന്റെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോടെ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ K2Cr2O7 ഐ എം റിയാക്ടിങ് ഇറ്റ് വിത്ത് KOH ഇൻ ദ പ്രസൻസ് ഓഫ് H2O. അല്ലെങ്കിൽ H2O പോവുകയാണ്, KOH വെച്ച് റിയാക്ട് ചെയ്യിച്ചു. വാട്ട് ഐ ക്യാൻ ഗെറ്റ് K2Cr4 ബേസിക് മീഡിയ പ്രൊവൈഡ് ചെയ്തു, K2Cr4. ഇതിലേക്ക് ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? ഐ എം പ്രൊവൈഡിങ് ആസിഡിക് മീഡിയ H2SO4 റിയാക്ട് ചെയ്യിച്ചു. സോ അങ്ങനെ റിയാക്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് K2Cr2O7 പ്ലസ് K2SO4. സോ ഇതായിരിക്കും എനിക്ക് കിട്ടുക. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു റിയാക്ഷൻ പ്രകാരമാണെങ്കിൽ നമ്മുടെ ആൻസർ ഫസ്റ്റത്തേൽ എന്താണ്? K2Cr4. രണ്ടാമത്തേൽ എന്ത് കിട്ടും? K2Cr2O7 തന്നെ. ആൻസർ ഈസ് ഓപ്ഷൻ 3. മക്കളെ, ഇത് NCERT പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടടാ, പറഞ്ഞിട്ടുണ്ട്. എവിടെയാ നോക്കിയേ? നമ്മള് ഓറഞ്ച് ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈസ് ക്രിസ്റ്റലൈസ് ഔട്ട്. The chromate and dichromate are interconvertible in aqueous solution depending upon the pH of solution. ഇവിടെ കണ്ടോ, Cr4 2-, അതിലേക്ക് നിങ്ങൾ അസിഡിക് മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ Cr2O7. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റിയാക്ഷൻ കണ്ടത്. Cr4 2- ഉണ്ടായി, അതിലേക്ക് നിങ്ങൾ H2SO4 അസിഡിക് മീഡിയ കൊടുത്തു കഴിഞ്ഞപ്പോൾ Cr2O7 2-. Cr2O7 2OH- ബേസിക് മീഡിയ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തപ്പോൾ Cr4 2-. ഇതാണ് NCERT-യിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഇന്റർ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടുണ്ടായ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ കോമൺലി കാണുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന K2Cr2O7. അപ്പൊ അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ ആണോ മക്കളെ?